ഹായ് ഓൾ. അപ്പം ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് HSA മാത്സ്. അപ്പോൾ ഞാൻ ഇന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു, വീഡിയോസും അപ്ലോഡ് ചെയ്യാം. വെൽക്കം ഓൾ. അപ്പോൾ ആദ്യമായിട്ട് മോഡ്യൂൾ 1 ആണ് നോക്കുന്നത്. അതിൽ സെറ്റ് തിയറി, മലയാളത്തിൽ ഗണങ്ങൾ എന്ന് പറയും. കൃത്യമായി നിർവചനമുള്ള ഒരു കൂട്ടം സംഖ്യകളോ ചിഹ്നങ്ങളോ വസ്തുക്കളോ ഗണം എന്ന് പറയാം. അല്ലെ, നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ വരുമ്പോൾ എന്ത് പറയും? കൃത്യമായി നിർവചനമുള്ള ഒരു കൂട്ടം സംഖ്യകളെ, ചിഹ്നങ്ങളെ, വസ്തുക്കളെയോ ഗണം എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനായി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ABC എന്ന ലെറ്റേഴ്സൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വർഷത്തിൽ J എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റും അല്ലേ? ഏതൊക്കെ മാസങ്ങളാണ്? ജാനുവരി ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്. അപ്പം ആരോട് ചോദിച്ചാലും ഈ സെയിം ഉത്തരം തന്നെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയുന്നെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? സെറ്റ് അല്ലെങ്കിൽ ഗണങ്ങൾ എന്ന് പറയാം. നമുക്ക് ഇനി അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏതെങ്കിലും ടോപ്പ് മോസ്റ്റ് 10 നല്ല സിംഗേഴ്സിൻ്റെ പേര് പറയാൻ പറയുകയാണ്. അപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട 10 പേരുടെ പേര് പറയും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ എന്ത് പറയും? അവൾക്ക് ഇഷ്ടപ്പെട്ട 10 പേരുടെ പേര് പറയും. നിങ്ങളോട് ആരോട് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 പേരുടെ പേരായിരിക്കും പറയുന്നത്. അപ്പം നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റത്തില്ല? കൃത്യമായി നമുക്കൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പം വെൽ ഡിഫൈൻഡായിട്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. വെൽ ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായി നമുക്ക് എങ്ങനെ പറയാം? എന്തൊക്കെ പറയാം? നാച്ചുറൽ നമ്പറിൻ്റെ ഒരു സെറ്റ് അല്ലേ, 1 2 3 4. ആരോട് ചോദിച്ചാൽ 1 2 3 4 എന്ന് തന്നെ പറയും. ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ്, ഹോൾ എന്ന് പറഞ്ഞാൽ അഖണ്ഡസംഖ്യകൾ, 0 1 2 3 4 എക്സെട്ര എക്സെട്ര എക്സെട്ര, ഇങ്ങനെ എല്ലാവരും. അപ്പോൾ നമുക്കത് മനസ്സിലായി എന്തുവാണെന്ന് അല്ലേ? ഇനി നമുക്ക് കുറച്ച് ലെറ്റേഴ്സ്, നമ്മൾ ആൽഫബറ്റിക് ലെറ്റേഴ്സ് തന്നെ നമ്മൾ ഗണങ്ങളെ പറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിൽ N എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ അല്ല, നാച്ചുറൽ നമ്പേഴ്സ്. 6 റിയൽ നമ്പേഴ്സ്, രേഖീയ സംഖ്യകൾ, Iയും Zഉം പൂർണ്ണസംഖ്യകൾ. Q എന്ന് പറഞ്ഞാൽ റേഷണൽ നമ്പർ. ഓർമ്മയില്ലേ? P/Q, where Q not equal to 0. ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അങ്ങനത്തെയാണ് ഭിന്നകങ്ങളുടെ ഗണം. ഇനി Z+ എന്ന് വെച്ചാൽ പൂർണ്ണം തന്നെ, അതിൻ്റെ അതിസംഖ്യ. ഈ Q+ എന്ന് പറഞ്ഞാൽ ഭിന്നകത്തിൻ്റെ തന്നെ, റേഷണൽ നമ്പേഴ്സിൻ്റെ തന്നെ പോസിറ്റീവ് നമ്പേഴ്സ്. അതിന്ന് വെച്ചാൽ പോസിറ്റീവ്. എന്നാൽ മൈനസിൽ എന്ത് പറയും? ന്യൂനം എന്ന് പറയും. ഇനി R+ ആണെങ്കിൽ രേഖീയ അതിസംഖ്യ, W ആണെങ്കിൽ അഖണ്ഡസംഖ്യകൾ, ഹോൾ നമ്പേഴ്സിൻ്റെ സെറ്റ്. നമ്മൾ 2 രീതിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സെറ്റിൻ്റെത് 2 രീതി പഠിച്ചു നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ആദ്യത്തെ രീതിയാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ നിബന്ധന രീതി. മേലെ A = കർലി ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ X such that X is a natural number എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളാണ് അത് എഴുതുന്നത്. X such that X ഒരു എണ്ണൽ സംഖ്യയുടെ വർഗം. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന രീതിയാണ് നിബന്ധന രീതി എന്ന് പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം. അതിൽ അടുത്തൊരു എക്സാമ്പിൾ, B = X such that X ഒരു പൂർണ്ണസംഖ്യ -1/2 (x (9/2). എഴുതാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നിബന്ധന രീതി എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഫോമാണ് റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് പറയുന്ന, മലയാളത്തിൽ പറയുന്ന പട്ടിക രീതി. ഫസ്റ്റിന് A such that A, ഫസ്റ്റ് A = സെറ്റ് ഞാൻ എഴുതിയില്ലേ നിബന്ധന രീതിയിൽ. അതിന് ഞാൻ പട്ടിക രീതിയിൽ എഴുതുമ്പോൾ എന്തൊക്കെ നമ്പർ പറയും? ഒരു എണ്ണൽ സംഖ്യയുടെ വർഗ്ഗമാണ് അല്ലേ? എന്താണ് എണ്ണൽ സംഖ്യ? 1 2 3 4ൻ്റെ വർഗ്ഗം എങ്ങനെ വരും? 1 4 9 16 25 അങ്ങനെ പോകും അല്ലേ? അടുത്തത് X such that X ഒരു പൂർണ്ണസംഖ്യ -1/2നും 9/2നും ഇടയ്ക്കാണ്. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയാണ്, ഇപ്പോൾ ഇൻറ്റീജറാണ്. അപ്പോൾ ഏതൊക്കെ വരുമായിരിക്കും ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. -1/2നും 9/2നും ഇടയിലുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെ വരും? -1/2 കഴിഞ്ഞ അടുത്ത ഏതായിരിക്കും? 0 ആയിരിക്കും അല്ലേ? 0 1 2 3 4 വരെ. 5 വരുമോ? ഇല്ല, 9/2ൻ്റെ വാല്യൂ 4.5, അതിനുള്ളിൽ 4 വരെ വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. അതിൻ്റെ വേറൊരു പേര് ടാബുലർ ഫോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മലയാളത്തിൽ പറഞ്ഞ പട്ടിക രീതി. അപ്പോൾ നിബന്ധന രീതിയുമായി പട്ടിക രീതിയുമായി.
ഈ നിബന്ധന രീതിക്ക് എക്സാമ്പിൾ അടുത്തൊരു പേജിൽ ഞാൻ എഴുതിയൊക്കെയാണ് സെറ്റ് 1 2 3 6. നമുക്കിത് എങ്ങനെ ഇതിനെ എങ്ങനെ നമുക്ക് നിബന്ധന രീതിയിൽ എഴുതാം? എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് 6ൻ്റെ ഘടകങ്ങൾ അല്ലേ, 6ൻ്റെ ഘടകങ്ങളല്ലേ ഇത്, ഘടകങ്ങൾ. അപ്പോൾ ഈ ഘടകങ്ങൾ എന്ന് എഴുതാം. ഇനി അടുത്തത് 2 3 എന്നൊരു സെറ്റാണ് കൊടുത്തേക്കുന്നത്. അതെങ്ങനെ എഴുതാം? നമുക്ക് 2 രീതിയിൽ എഴുതാം അല്ലേ. 5-നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യയല്ലേ കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ 4-നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്നത് 5-നേക്കാൾ ചെറിയ അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യം എന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സ്. ഇനി അടുത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് 1 എലമെൻറ്റ് ഓഫ് n. എലമെൻറ്റ് നമ്മൾ പറയുന്ന പേരാണ് അംഗം, മലയാളത്തിൽ അംഗം. എന്നിലെ അംഗമാണ് എന്ന് പറയും. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് നൾ സെറ്റും സിംഗിൾട്ടൺ സെറ്റും. അപ്പോൾ നൾ സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ലാത്ത സെറ്റ് അല്ലേ. അതിൽ സിംഗിൾട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കാണ്. പി ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് n, അല്ലെങ്കിൽ എക്സ് എന്നിലെ അംഗമാണ്. 2x - 1 = 0. അപ്പോൾ 2x - 1 = 0 നമ്മൾ ഇക്വേറ്റ് എടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 1/2 എന്ന് കിട്ടും. അപ്പോൾ എന്നിലുണ്ടോ 1/2? എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പറിൻ്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ കൂട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, 1/2 അതിനകത്തുണ്ടെന്ന് ഇല്ലയെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു നൾ സെറ്റായി. നമുക്ക് എങ്ങനെ എഴുതാം? 2 കർലി ബ്രാക്കറ്റോ അല്ലെങ്കിൽ 5 ഇട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ശൂന്യഗണം കാണിക്കാൻ പറ്റും. ഇനി അടുത്തെന്ന് വെച്ചാൽ അടുത്തൊരു എക്സാമ്പിൾ, എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എണ്ണൽ സംഖ്യകൾ 2x - 1 = 0. ഇതിൽ നമുക്ക് എന്ത് കിട്ടി? നാച്ചുറൽ നമ്പർ അല്ല, അവിടെ എനിക്ക് തെറ്റിയതാണ്, അത് 6 ആക്കിക്കോണം കേട്ടോ. റിയൽ നമ്പർ. റിയൽ നമ്പർ വന്നതുകൊണ്ട് തന്നെ x = ½ ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, സ്വാഭാവികമായി റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഹാഫ് എടുക്കാൻ പറ്റും. അതിൽ ഒരംഗം മാത്രമേ ഉള്ളൂ അല്ലേ, എക്സിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് പറയാം? അങ്ങനെയുള്ള സെറ്റിന് നമുക്ക് ഏകാംഗ ഗണമെന്ന് പറയാം, അല്ലെങ്കിൽ സിംഗിൾട്ടൻ്റെ മലയാളമാണ് ഏകാംഗം. അപ്പോൾ നൾ സെറ്റുമായി, ശൂന്യഗണവുമായി, ഏകാംഗ ഗണവുമായി. ഇനി ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. നമുക്ക് ബാക്കി ക്ലാസ് നാളെ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും HSI പ്രിപ്പയർ ചെയ്യുന്നവർ എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു.